ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ വഫാത്ത് ഒന്നിച്ചു നടന്ന ഒരു മാസമാണ് സഫർ മാസം. ഹിജറ 4-ാം വർഷത്തിൽ ബിർ മഅൂനത്ത് സംഭവം എന്ന പേരിലുള്ള ഒരു മഹത്തായ പ്രസിദ്ധമായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്നിട്ടുണ്ട്. ആ ബിർ മഅൂനത്തിൽ പങ്കെടുത്തിട്ടുള്ള അവിടെ വെച്ച് കൊല്ലപ്പെട്ട പ്രധാനികൾ വളരെയധികം ഈ ഉമ്മത്തിന് കടപ്പെട്ടവരും നമുക്കെല്ലാവർക്കും എപ്പോഴും ഓർക്കേണ്ടവരുമാണ്. ഇസ്ലാമിക സൈനിക നീക്കങ്ങളുടെയും യുദ്ധവിവരങ്ങളുടെയും ഒക്കെ പട്ടികയിലുള്ളതായതുകൊണ്ട് അതിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ലഭ്യവുമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ളവരൊക്കെ ഈ സംഭവത്തെ അധികരിച്ചുകൊണ്ട് വിശദമായി വിവരിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തു തന്നെ ബദർ യുദ്ധത്തിനും ഉഹദിനും ശേഷം നടന്നിട്ടുള്ള ഒരു സംഭവം എന്ന നിലക്ക് ബിർ മഅൂനത്ത് സംഭവം വളരെ വലിയ ഒരു സംഭവമാണ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ ഖുർറാ എന്ന പേരിൽ ഖുർആൻ അതുവരെയുള്ളതൊക്കെ പഠിക്കുകയും അതനുസരിച്ചു കൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന അന്നുകാലത്ത് സ്വഹാബാക്കൾക്കിടയിൽ ഖുർറാ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മഹാന്മാരാണ് ബിർ മഅൂനത്തിൽ കൊല്ലപ്പെട്ടവരിലധികവും ഷഹീദായിട്ടുള്ളവരിലധികവും. അത്തരം ആളുകളെ 70 ആളുകൾ മൊത്തമായി പറയും, 40 ആളുകളെ ഒരു ഭാഗത്തേക്കും 10 ആളുകളെ വേറൊരു സൈന്യവുമായുമൊക്കെ പല വിധേന റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ആളുകളായ അവരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹ് നിസ്കാരത്തിൽ കുനൂത്ത് എന്ന രീതിയിൽ നമ്മളിപ്പോൾ നിർവഹിച്ചു വരുന്ന ആ കുനൂത്തിൻ്റെ തുടക്കം ഈ സംഭവത്തെ തുടർന്നാണെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അതിനു മുൻപ് കുനൂത്ത് ഈ നമസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് വേണ്ടി, ഇവരെ വധിച്ചവർക്കെതിരെ കനത്ത ഭാഷയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ശാപം കൊണ്ടും ലഅനത്ത് കൊണ്ടും ദുആ ചെയ്തുകൊണ്ട്, അവരുടെ പേരിൽ ശാപം ചൊരിയാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച നാസിലത്തിൻ്റെ കുനൂത്താണ് ഇതിൻ്റെ തുടക്കം. ഈ കുനൂത്ത് പിന്നെ സുബ്ഹ് നിസ്കാരത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ നബി പഠിപ്പിച്ച രീതിയിൽ കുനൂത്ത് അങ്ങനെ നിലനിന്നു വന്നു. അതനുസരിച്ചു തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കാരത്തിലെ ഒരു പ്രത്യേക ചര്യയായും സുന്നത്തായും സുബ്ഹിലെ കുനൂത്തിനെ പ്രത്യേകം നിർണയിക്കുകയും നമ്മൾ ഷാഫിഈ മദ്ഹബുകാരായ എല്ലാവരും ഈ കുനൂത്ത് സുബ്ഹിക്ക് നിർവഹിച്ചു വരികയും ചെയ്യും. കുനൂത്ത് ഇല്ലാത്ത ഒരു സുബ്ഹ് നിസ്കാരം നമ്മൾ ഷാഫിഈ മദ്ഹബുകാരായ ആളുകളെ സംബന്ധിച്ച് അചിന്ത്യമാണല്ലോ. ഒരു പുതുമയിക്കാരൻ നമുക്ക് കുനൂത്തില്ല എന്നാൽ, ഒരു ഉപ്പില്ലാതെ കഞ്ഞിടിച്ച മാതിരി എന്നൊക്കെ പറയണ മാതിരിക്കാരനെ കുനൂത്തില്ലാത്ത നിസ്കാരത്തെ നമ്മൾ എവിടെയെങ്കിലും പെട്ടാൽ, ഏതെങ്കിലും മറ്റു മദ്ഹബുകാരുടെ ഒപ്പം നമ്മൾ നിസ്കരിക്കാൻ വന്നാൽ പെട്ടാൽ പോലും, അവരുടെ ഇമാമത്തിൻ്റെ കീഴിൽ നമ്മൾ മാമൂമികളായി നിന്നാൽ പോലും നമ്മുടെ ആ സമയത്ത് നമുക്ക് പറ്റാവുന്നത്ര വേഗം കുനൂത്ത് ഓതി ഇമാമിൻ്റെ 1ാമത്തെ സുജൂദിൽ തന്നെ പങ്കുചേരാൻ പറ്റുന്ന വിധം കുനൂത്ത് നിർവഹിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നാണ് നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള മസാല. അപ്പോൾ അത്ര നമ്മൾ സുന്നത്താണ്. മാത്രമല്ല, അത് ഒഴിഞ്ഞു പോവുകയോ മനഃപൂർവ്വം ഒഴിവാക്കുകയോ ചെയ്താൽ അതിൻ്റെ പേരിൽ സെഹുവിൻ്റെ സുജൂദ് സുന്നത്തുമുണ്ടല്ലോ. അപ്പോൾ സെഹുവിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് അതിൻ്റെ പുണ്യം നഷ്ടപ്പെടാതെ പരിഹരിക്കപ്പെടുന്ന വിധത്തിൽ വീണ്ടെടുക്കാൻ വരെ ശറഅ് നിശ്ചയിച്ചിട്ടുള്ള ഒരു മഹത്തായ സുന്നത്താണ് കുനൂത്ത്. ആ കുനൂത്തിൻ്റെ തുടക്കം ഈ ബിർ മഅൂനത്തിൽ കൊല്ലപ്പെട്ട സ്വഹാബത്തിനെ തുടർന്നാണ്. മഹാനായ ഹറാം ഇബ്നു മൽഹാൻ എന്ന് പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെങ്ങന്മാരാണ്, അതായത് മുലകുടി ബന്ധത്തിലുള്ള പെങ്ങന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർ. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മു സുലൈം ബീവി, അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെങ്ങളാണ്. മുലകുടി ബന്ധത്തിലുള്ള പെങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ നബി തങ്ങൾ അവരുടെ വീട്ടിൽ താമസിക്കുകയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പങ്കൾ എന്ന നിലപാടിൽ തന്നെ അവർ വർത്തിക്കുകയും ചെയ്തിരുന്നത് ഹദീസുകളിലൊക്കെ കാണാം. ആ ഉമ്മു സുലൈം ബീവിയുടെ സഹോദരനാണ് ഹറാം മൽഹാൻ എന്ന് പറയുന്നത്. ഈ ഹറാം മൽഹാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘത്തെ അയച്ചത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഒരു സംഘത്തിലേക്ക് നജിദിൻ്റെ ഭാഗത്തേക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി അയച്ചു തന്നാൽ അവർക്ക് ആ ഭാഗങ്ങളിലൂടെ ദീനിൻ്റെ ദഅവത്ത് നടത്തി ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാനും ദീനിൻ്റെ അനുയായികളായി മാറാനും അവസരം ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയ ആൾ വഴിയിൽ വെച്ച് അവരെ ഇടയിൽ നജിദുകാർ വലിയ ശത്രുക്കളാണല്ലോ, അവർ വഴിയിൽ വെച്ച് വല്ലതും ചെയ്താൽ നമ്മുടെ ആളുകൾ പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് സംരക്ഷണോത്തരവാദിത്വം വരെ കൊണ്ടുപോയ ആൾ കൈയൊഴിയുകയും അവസാനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിയോഗിയായ ആമിർ ഇബ്നു തുഫൈലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം, വലിയ ഗോത്രക്കാർ, ഖുവാൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന ഗോത്രക്കാർ, അവരുടെ കൂടെ ഉസയ്യ, ബനൂ ലഹിയാൻ എന്ന കൂട്ടക്കാരൊക്കെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാപപ്രാർത്ഥനയിലും ഖുനൂത്തിൽ എതിരായി ദുആ ചെയ്യുന്നതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ ആധാരമായ സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ പലതും നടന്നിട്ടുമുണ്ട്. ഒരു 10 അംഗ സംഘം മക്കയിലേക്ക് അവിടുത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ബദറിൻ്റെ ശേഷം പോകുമ്പോൾ അവരെ വഴിയിൽ വെച്ച് കൊന്ന ഒരു കൂട്ടർ, അതാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ചരിത്രത്തിലുള്ളത്. അത്തരം ആളുകളെ കൊല്ലലും അതുപോലത്തെ 2-3 സംഭവം ഒരൊറ്റ സമയത്താണ് ഏതാണ്ട് സംഭവിച്ചത്. ഇതെല്ലാം കൂടി വേദനിച്ചാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേകം ഈ ഖുനൂത്തിൽ ശാപപ്രാർത്ഥന നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ട നബിയെ വേദനിപ്പിച്ച സംഭവം ഈ ബിഅ്ർ മഅൂനത്തിൻ്റെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് എന്നവരുമാണ് മദീനയിലേക്ക് ഹിജറ പോയത് എന്നാണ് ഹിജറയെ സംബന്ധിച്ചുള്ള നമ്മുടെ പാഠം. നമ്മൾ മനസ്സിലാക്കി വരുന്ന ചരിത്രം അതാണ്. ആരാണ് നബിൻ്റെ കൂടെ എന്ന് വെച്ചാൽ സിദ്ദീഖ് എന്നവർ. പക്ഷെ അവരെ സേവിക്കുന്ന ഒരു സേവകൻ ഇവരുടെ കൂടെയുണ്ട്. ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു തങ്ങളവറുകൾ. ആമിർ ഇബ്നു ഫുഹൈറ എന്നവരാണ് 3 ദിവസം വാറുസൗറിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണമായി ഒട്ടകത്തെ കൊണ്ടുപോയി കറന്നു കൊടുത്ത് പാല് കൊടുത്തുകൊണ്ട് ആ 3 ദിവസവും നിബിതങ്ങളെയും സിദ്ദീഖ് എന്നവരെയും പോറ്റിയിരുന്നതും സംരക്ഷിച്ചിരുന്നതും ഈ ആമിർ ഇബ്നു ഫുഹൈറ എന്നവരാണ്. ആ ഒട്ടകത്തെ നോക്കാൻ രാവ് തന്നെ മുഴുവനായി ഉറക്കമുളച്ചുകൊണ്ട് തഞ്ചം നോക്കി സന്ദർഭം നോക്കി വാറുസോർക്ക് ഇപ്പോൾ പോയി കയറുന്നവർക്കറിയാം അവിടെ കണ്ട് എതിർക്കിട്ടണമെന്നുള്ള പ്രയാസം. ആ പ്രദേശത്തേക്ക് എന്നും രാവിലെ എല്ലാവരും കൂരാക്കൂരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന അശ്രദ്ധമാകുന്ന സമയത്ത് തന്നെ ഈ ഒട്ടകത്തെ, കറവയൊട്ടകത്തെ കൊണ്ടു ചെന്ന് പാല് കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെയും സിദ്ദീഖ് എന്നവരെയും ആ 3 ദിവസവും നോക്കിയിരുന്ന ആ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ് ഹിജറ പോയത്. ഹിജറയിൽ നബി തങ്ങളുടെ പിന്നിലിരുത്തും ചില സന്ദർഭങ്ങളിൽ, സിദ്ദീഖ് എന്നവരുടെ പിന്നിലിരുത്തും ചില സന്ദർഭങ്ങളിൽ. 2 ഒട്ടകമല്ലേ ഉള്ളൂ, 3 ആൾ. ഈ 2 ഒട്ടകത്തിൻ്റെ കൂടെ 3-ാമനായി ആമിർ ഇബ്നു ഫുഹൈറ എന്നവരെ നബി പിന്നിലിരുത്തി ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകും. ചിലപ്പോൾ സിദ്ദീഖ് എന്നവർ പിന്നിലിരുത്തും. അങ്ങനെ പോയ കൂട്ടാളിയാണ് ആമിർ ഇബ്നു ഫുഹൈറ. ഇവരും ഈ ബിഅ്ർ മഅൂനത്ത് സംഭവത്തിൽ കൊല്ലപ്പെട്ടവരാണ്. നബി തങ്ങളുടെ എഴുത്തുമായി ആമിർ ഇബ്നു തുഫൈൽ എന്ന് പറയുന്ന ആളെ കാണാൻ അള്ളാഹുവിൻ്റെ റസൂൽ നിയോഗിച്ചനുസരിച്ചു കൊണ്ട് തന്നെ ഈ ഇതിൻ്റെ നായകനായ ഹറാം ഇബ്നു മൽഹാൻ എന്നിവർ ചെന്നപ്പോൾ ആ കത്ത് വായിച്ചില്ലെന്ന് മാത്രമല്ല, ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, അതിനെതിരായി നിലകൊണ്ടുകൊണ്ട് ഈ ദൂതുമായി ചെന്നിട്ടുള്ള ആളെ കൊല്ലാൻ തൻ്റെ കൂട്ടക്കാർക്ക് ആംഗ്യഭാഷയിൽ വിവരം നൽകുകയും അതനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് വന്നുകൊണ്ട് ചതിയിൽ ഒരാൾ വെട്ടുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ നായകരായ ഹറാം ഇബ്നു മൽഹാൻ എന്നിവർ മരണപ്പെട്ടത്. ബഹുമാനപ്പെട്ടവർ ആ വെട്ട് കിട്ടിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്, തലയിലും മുഖത്തും ഒന്നാകെ അദ്ദേഹം ആ വെട്ടിൽ നിർഗളിച്ചു വന്ന രക്തത്തെ പുരട്ടി എല്ലായിടത്തും. ഷഹീദായ ആളെ ഷഹാദത്തിൻ്റെ രക്തത്തോടുകൂടിയാണല്ലോ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുക. ഈ ഹദീസിൻ്റെയും വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ
എല്ലായിടത്തും ഈ ചെഞ്ചോരയിൽ കുതിർന്നുകൊണ്ട് മുഖവും തലയും മൊത്തം ഈ രക്തസാക്ഷിത്വത്തിൻ്റെ രക്തത്തിൽ ശരിക്കും ചിഹ്നമാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ മുഖത്തും തലയിലും ആകെ വാരിപ്പൊത്തുകൊണ്ട് അല്ലാഹു അക്ബർ ഫുസ്തു വറബ്ബിൽ കഅബ എന്ന് ബഹുമാനപ്പെട്ടവർ ഈ വെട്ട് കിട്ടിയപ്പോൾ പറഞ്ഞ അതാണ് ഫുസ്തു വറബ്ബിൽ കഅബ, ഞാൻ ഷഹാദത്ത് നേടിപ്പോയി, കഅബയുടെ നാഥനെയാണ് എനിക്ക് കിട്ടേണ്ടത്, കിട്ടിപ്പോയി, അല്ലാഹു അക്ബർ എന്ന് സന്തോഷിക്കുമ്പോൾ അവർ ചൊല്ലുന്ന തക്ബീറിൻ്റെ വാചകമാണ് ബഹുമാനപ്പെട്ടവർ അന്ന് ആ സമയത്ത് ചൊല്ലിയത്. അതിൽ തന്നെ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു വീണു. പിന്നീട് അദ്ദേഹം മാറ്റി നിർത്തി, നിങ്ങൾ മദീനത്തേക്ക് പോയിക്കോളൂ, എനിക്ക് വല്ലതും കിട്ടിയാൽ എന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്ന ആൾക്കാരെയും അവരെയും പിന്തുടർന്ന്, അവരെ പിന്തുടർന്നപ്പോൾ കൂട്ടാളികൾ കുറച്ച് അകലെ നിർത്തിയിരുന്നവരെ മുഴുവൻ പിന്തുടർന്ന് 70 അംഗങ്ങളിൽ നിന്ന് ഒരാൾ, ഒരു കാൽമുടന്നുള്ള ചട്ടയായ ഒരാളെ മാറ്റി നിർത്തി മറ്റെല്ലാവരെയും വധിക്കുകയും നിഷ്കരണം കൊല്ലുകയും ചെയ്ത സംഭവമാണ് ബിഅ്ർ മഅൂനത്ത് സംഭവം. ഈ ബിഅ്ർ മഅൂനത്ത് സംഭവത്തിൽ ഷഹീദായിട്ടുള്ള ആളുകളെ കൊന്ന ഘാതകന്മാർക്കെതിരെയാണ് എന്ന ആ 2 ഗോത്രക്കാർക്കെതിരെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുനൂത്ത് നിർവഹിച്ചതും ആ ഖുനൂത്ത് പാസ്സാക്കിയതും. പിന്നീട് സുബ്ഹിന്റെ ഖുനൂത്ത് അങ്ങനെ നിന്നേ ഉള്ളൂ. ആ മഹത്തായ സംഭവം നടന്ന സഫർ മാസം, അത് സഫർ മാസത്തിലാണ് ആ സംഭവം ഇസ്ലാമിക സൈനിക നീക്കങ്ങളുടെ കാര്യത്തിൽ കൂട്ടത്തിൽ കാണുന്നത്. അപ്പോൾ ഈ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെയും ഷഹാദത്തിൻ്റെയും പുണ്യം നേടിയിട്ടുള്ള ഈ മഹത്തുക്കളായ സ്വഹാബത്ത് ഈ സഫർ മാസത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുന്നണിയിലാണ്. അവർ അല്ലാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും പിരിശപ്പെട്ടവരാണ്. ഖുറാ എന്നാണ് അവരുടെ സ്വഹാബത്തിനിടയിൽ വിളിക്കപ്പെടുക. ഖുറാ എന്ന് വിളിക്കപ്പെടുന്നതിന് പ്രത്യേക കാരണം തന്നെ പകലന്തിയോളം അവർ വിറക് ശേഖരിക്കാൻ വേണ്ടി പോകും മദീനത്തെ ഫോറസ്റ്റിൽ. അങ്ങനെ വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് അത് തലച്ചുമടായി കൊണ്ടുവന്ന് വിൽക്കുകയും ആ വിറ്റ കാശ് കൊണ്ട് അവർക്ക് അത്യാവശ്യം കഴിയേണ്ട വളരെ അരിഷ്ടിച്ച ഭക്ഷണം മാത്രം കഴിച്ച് ബാക്കിയെല്ലാം അവർ സ്വതക്ക ചെയ്യുകയും ചെയ്യും. പകൽ ഇവരുടേത് പകലന്തിയോളം ഇങ്ങനെയാണ്. രാത്രിയായാൽ രാത്രി മുഴുവനും ഈ ലഭ്യമായ ഖുർആനുകളെല്ലാം ഓതിക്കൊണ്ട് നമസ്കരിക്കുകയാണ് അവരുടെ പ്രവർത്തനം. അങ്ങനെ രാവും പകലും ഇബാദത്തിലായി മുഴുകിയിരുന്നവരും അങ്ങനെ തന്നെ കഴിഞ്ഞിരുന്നവരുമായ മഹാന്മാരാണ് ഈ ബിഅ്ർ മഅൂനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ശുഹദാക്കൾ. അള്ളാഹു അവരുടെ എല്ലാ പദവികളും ഉയർത്തുമാറാകട്ടെ. അവരുടെ ഉയർന്ന പദവികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷിക്കുന്ന റഹ്മത്തിൻ്റെ ശേഷിപ്പുകളും അതിൻ്റെ അല്പഭാഗങ്ങളും തെറിപ്പുകളും നമ്മളെല്ലാവരിലും നമ്മുടെ കുടുംബാദികളിലും ഇഷ്ടക്കാരിലും പിരിശക്കാരിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷിക്കുമാറാവട്ടെ. അവരെ ഇന്ന് നമ്മൾ ഈ പരിപാടിയിലെ ഖിറാഅത്തിലും അവർക്ക് വേണ്ടിയുള്ള പാരായണത്തിലും ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തണം. അതിൻ്റെ ബറക്കത്ത് നമുക്കും നമ്മുടെ ഇഷ്ടക്കാർക്കും പിരിശക്കാർക്കും മറ്റെല്ലാവർക്കും വേണ്ടി ലഭ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിയുമാറാവട്ടെ. അതേപോലെ വളരെ പ്രസിദ്ധരായ പല പണ്ഡിതന്മാരും പല ഇമാമുകളും മുഹദ്ദിസുകളും ഈ മാസത്തിൽ വഫാത്തായിട്ടുള്ളവരും നമ്മൾ അനുസ്മരിക്കുന്നവരും കിതാബുകളിൽ സുപരിചിതമായി ഓതുന്ന പണ്ഡിതന്മാർക്കും മുസ്ലിംമാർക്കുമൊക്കെ അറിയപ്പെട്ടവരുമുണ്ട്. അല്ലാതെ ഒരുപാട് കാണും. നമ്മൾ അറിയപ്പെട്ട ആളുകളെ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവരിൽ വളരെ പ്രധാനിയാണ് ഇമാം നസായി. 4 സിഹാഹിൻ്റെ ഗ്രന്ഥങ്ങളാണല്ലോ, സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള 4 സിഹാഹിൻ്റെ ഗ്രന്ഥങ്ങൾ 6 അതിൽ ബുഖാരി മുസ്ലിമും കഴിച്ചാൽ ബാക്കി 4 സിഹാഹിൻ്റെ സുനനുകളാണ് നമ്മൾ പറയാം. ബുഖാരി, മുസ്ലിം, അത് കഴിഞ്ഞാൽ പിന്നെ അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, നസായി. ഈ പറയുന്ന നസായി എന്ന് പറയുന്ന ഇമാം, ഈ മഹാനായ ഇമാം നസായി എന്നവർ വഫാത്തായത് ഈ സഫർ മാസത്തിലാണ്. ഹിജറ 303 സഫർ മാസം 13 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. വലിയ മുഹദ്ദിസാണ്, വലിയ പണ്ഡിതരാണ്. ഓരോരുത്തരും പറഞ്ഞാൽ നമ്മുടെ സമയം പോകും, നമുക്ക് ഖുർആനും ഓതണമല്ലോ. അതുകൊണ്ട് നമ്മൾ പേരിക്കെല്ലാം പേര് ഓർമ്മയിൽ വരുത്തുക, ആളുകളെ മനസ്സിലാക്കുക എന്ന് മാത്രം. അതേപോലെ തന്നെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എന്നീ മഹത്തുക്കളായ ഇമാമുകൾ സിഹാഹ് അവരുടെ 2 പേരുടെയും സ്വഹീഹായ ഗ്രന്ഥങ്ങളിൽ ശേഖരിച്ചിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകളെ അവർക്ക് അവരുടെ വ്യവസ്ഥ പ്രകാരം നിബന്ധന പ്രകാരമുള്ള സ്വഹീഹുകളാണ് അവരുടെ 2 ഗ്രന്ഥത്തിലും അവർ ശേഖരിച്ചിട്ടുള്ളൂ. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമുള്ള അവർ അവരുടെ വ്യവസ്ഥ പ്രകാരം സ്വഹീഹ് എന്ന് പറയാനും
ഈ രണ്ട് ഗ്രന്ഥത്തിലും ചേർക്കാനും പറ്റുന്ന ഹദീസുകളാണ് അവർ രണ്ടുപേരും സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുള്ളൂ. അതേ വ്യവസ്ഥയുള്ള ഒരുപാട് സ്വഹീഹായ ഹദീസുകൾ പുറത്തുണ്ട്. അതൊരുപാട് ശേഖരിച്ച് കിട്ടിയിട്ട് ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിം എന്നിവർക്കും അവരുടെ സിഹാഖിൽ തന്നെ കൊണ്ടുവരാമായിരുന്ന ഹദീസുകൾ അവരുടെ വ്യവസ്ഥ പ്രകാരം തന്നെ നിബന്ധനകളെല്ലാം മൊത്ത സഹീഹുകളായ ഹദീസുകൾ എന്ന പേരിൽ ഇമാം ബുഖാരി മുസ്ലിം എന്നിവരുടെ സിഹാഹുകൾക്ക് സ്വഹീഹൈനിക്ക് ഒരു പ്രത്യേക അനുബന്ധം എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ടവർ ഇമാം ഹാക്കിം എന്നിവർ രചിച്ചിട്ടുള്ള അൽ മുസ്തദർക്ക് എന്ന ഗ്രന്ഥം കിതാബുകളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയും. റവാഹുൽ ഹാക്കിം ഹാക്കിം എന്നവർ മുഹദ്ദിഥീങ്ങളുടെ കൂട്ടത്തിൽ ഹുജ്ജത്ത് എന്ന് വാഴ്ത്തപ്പെടുന്നവരാണ്. സാധാരണ 1,00,000 ഹദീസ് അതിൻ്റെ സനദ് സഹിതമൊക്കെ മനപ്പാഠമുള്ള ആളുകളെ വിളിക്കുന്നതാണ് ഹാഫിദ് എന്ന് പറയുന്ന പേര്. നമ്മൾ ഹാഫിദ് പറയുമ്പോൾ ഖുർആൻ ഇപ്പോഴാക്കിയ ആൾ അപ്പം നമ്മൾ വേഗം പറയാം. ഖുർആൻ ഇപ്പോഴാക്കിയ ചെറിയ കുട്ടികളെ നമ്മൾ ഹാഫിദ് എന്ന് പറയും. അവർ പണ്ട് കാലത്തൊന്നും ഹാഫിദ് അറിയില്ല. ഖുർആൻ മനപ്പാഠമാക്കിയ ആൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല ഓർമ്മയുള്ളവർ ചെറിയ കുട്ടികളൊക്കെ കിട്ടിയെങ്കിൽ രഹസ്യ നമ്മൾ അൽഫൻ്റെ വീട്ടൊക്കെ പഠിച്ച മാതിരിയാണ് പണ്ട് ഖുർആൻ ഇറങ്ങുക. നബിൻ്റെ കാലത്ത് ഖുർആൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ചിച്ചല്ലേ ഇറങ്ങുള്ളൂ. ആ ഇറങ്ങുന്നത് അങ്ങനെ ശേഖരിച്ച് മനപ്പാടാക്കാൻ ഒരുപാട് ആളുകൾ. അവരൊക്കെ കാര്യം എന്നൊക്കെയാണ് അന്ന് പറയാം. ഖുർആൻ നല്ലോണം തിരിയുന്ന ആളെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ അസഹാബ് ഗീറുമാവിനത്തിലെ അവരെ ഖുർആൻ എന്നാ വിളിക്കുക. ഖുർആൻ മനപ്പാടമാക്കിയവരാണ് അവരതുവരെയുള്ള ഇറങ്ങിയ ഖുർആനൊക്കെ. പിന്നെ മുഴുവൻ ഖുർആനും മനപ്പാടാക്കാൻ നബിൻ്റെ വഫാത്തിൻ്റെ ശേഷമല്ലേ കഴിയുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് പിന്നെ ഖുർആൻ തല മുതൽ ക്രോഡീകരിക്കപ്പെട്ടത് മുതൽക്ക് പഠിക്കലൊക്കെ തുടങ്ങിയത്. ഹദീസിൻ്റെ പണ്ഡിതന്മാരിൽ 1,00,000 ഹദീസുകളും അതിൻ്റെ സനദുകളും ഒക്കെ മനപ്പാടമുള്ളവരെയാണ് ഹാഫിദ് എന്ന് പറയുന്നത്. ജലാലുദ്ദീൻ സുയൂത്തി എന്നവർ പോലുള്ള മഹാന്മാരെ കൊണ്ട് അവസാനിച്ച ആ ഹുഫാദിൻ്റെ പരമ്പര. അതിൻ്റെ മേലെ 3,00,000 ഹദീസുകളും മറ്റും മനപ്പാടമുള്ളവർക്ക് ആ ഹുജ്ജത്ത് എന്ന് പറയും. ഹുജ്ജ എന്ന് അതാണ് ഇമാം ഹാക്കിം. കേവലം ഒരു ഹാഫിദ് മാത്രമല്ല, അവർ അത്ര വലിയ മഹാനാണ് ഹാക്കിം എന്നവർ. ആ ഹാക്കിം എന്നവർ മരണപ്പെട്ടതും വഫാത്തായതും ഹിജറ 405 ഇതുപോലെ ഒരു സഫർ മാസത്തിലാണ്. സഫർ 3 തീയതി കാണുന്നു. ഏതായാലും സഫർ മാസത്തിലാണ്. അതേപോലെ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ ഹദീസുകളിൽ ധാരാളം അവർക്ക് ഹദീസ് ലഭ്യമായ അവരുടെ ഗുരുപരമ്പരയെ ഓരോന്നും വിവരിക്കും. നേരിട്ട് അവരുടെ മശായിഖുമാരായിട്ടുള്ളവരാണ് അവരുടെ ഷെയ്ഖുമാർ എന്ന് പറയാം. ഇമാം ബുഖാരിയുടെ ഷെയ്ഖുമാർ, ഇമാം മുസ്ലിമിൻ്റെ ഷെയ്ഖ്. അങ്ങനെ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും ഷെയ്ഖുമാരിൽ വരുന്ന ഒരു മഹാനാണ് ഹിശാം ഇബ്നു ഹസ്സാൻ എന്ന് പറയുന്നത്. ധാരാളം ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള ഹിശാമുമാർ, 2 പേര് ഹിശാമുമാർ സാധാരണഗതിയിലുണ്ട്. അതിൽ ഹിശാം ഇബ്നു ഉർവ എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ പുത്രൻ ഉർവ എന്നവരുടെ മകൻ ഹിശാമാണ്. ഒരു ഹിശാം ഇബ്നു ഉർവ. പിന്നൊരു ഹിശാം പറയുന്നത് ഹിശാം ഇബ്നു ഹസ്സാൻ. ഈ ഹിശാം ഇബ്നു ഹസ്സാൻ എന്ന് പറയുന്നവർ ഇതുപോലെ ഒരു സഫർ മാസത്തിലാണ് ഹിജറ 148. അതുവരെയൊക്കെ മുമ്പ് ഇമാം ബുഖാരിൻ്റെയും മുസ്ലിമിൻ്റെയും ശൈഖാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ പലതും ഇമാം ബുഖാരി അവർക്ക് കിട്ടിയത് ഈ മഹാനിൽ നിന്നാണ്. സ്വഹീഹ് മുസ്ലിമിലെ റിപ്പോർട്ടുകളിൽ പല ഹദീസുകളും ഇമാം മുസ്ലിം എന്നവർക്ക് കിട്ടിയത് മഹാനിൽ നിന്നാണ് അവർ. അതുപോലെ തന്നെ ഇമാം മുസ്ലിമിൻ്റെ ഷെയ്ഖുമാരിൽപ്പെട്ട ഒരു മഹാനാണ് മുഹമ്മദ് ഇബ്നു ത്വരീഫ്. അവരും ഈ സഫർ മാസത്തിലാണ് വഫാത്തായത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ എന്നീ മഹത്തുക്കളിലൂടെയാണല്ലോ നബിയുടെ സന്താന പരമ്പര അന്ത്യനാൾ വരെ നിലനിൽക്കുന്നത്. ഹസൻ എന്നവരുടെ മക്കൾ, ഹുസൈൻ എന്നവരുടെ മക്കൾ, ഈ 2 മക്കൾ പരമ്പരയിലൂടെയാണ് നബി കുടുംബമായ അഹ്ലു ബൈത്തിലെ ആലുൻ നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയല ആലി മുഹമ്മദിൻ എന്ന് നമ്മൾ പറയുന്ന ആലിൽപ്പെട്ട അതിവിശിഷ്ടരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുരിയത്ത്, നബി തങ്ങളുടെ മക്കൾ. ആ മക്കൾ പരമ്പര ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ മാത്രമാണ് നിലനിൽക്കുന്നത്. ഫാത്തിമ ബീവിൻ്റെ മക്കൾ പരമ്പര നിലനിൽക്കുന്നത് ഹസൻ ഹുസൈൻ എന്നീ 2 മക്കൾ പരമ്പരയിലൂടെയാണ്. അതിൽ ഹുസൈൻ എന്നവരുടെ മക്കൾ പരമ്പര മുഴുവൻ നിലനിൽക്കുന്നത് ഒറ്റ വ്യക്തിയിലൂടെയാണ്. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇമാം ഹുസൈൻ എന്നിവർ കർബലയിൽ വെച്ച് കൊല്ലപ്പെടുമ്പോൾ ഒരൊറ്റ വ്യക്തി ചെറിയ ഒരു കുട്ടിയായതുകൊണ്ടും പനി പിടിച്ച് രോഗത്തിലായതുകൊണ്ടും നിഷ്കരണം കൊല ചെയ്യപ്പെടുന്നതിൽ നിന്നും കൊല ചെയ്യപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു. ആ മോനാണ് അലിയുൻ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന മഹാൻ. ആ
അലിയും സൈനുൽ ആബിദീൻ എന്ന് പറയുന്നവരുടെ മകൻ സെയ്ദ് എന്ന് പറയുന്ന മകൻ സെയ്ദ് ബിൻ അലി എന്ന് പറയുന്ന ആ മഹാനവറുകൾ ഇതുപോലെ ഒരു സഫർ മാസത്തിലാണ് വഫാത്തായത്. അതേപോലെ തന്നെ ഈ ഹുസൈനി പരമ്പരയിലെ അവരുടെ പരമ്പരയിൽ വരുന്ന അലിയുർ റിള എന്ന് പറയുന്ന മഹാൻ, വളരെ വലിയ മഹാന്മാരാണ് ഇവരൊക്കെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളോടുകൂടി തന്നെ വേറെ എല്ലാം കഴിഞ്ഞു. അതിൻ്റെയൊക്കെ പുറമെ വലിയ ഹദീസുകളുടെ ശേഖരങ്ങൾ, വലിയ വലിയ ഇമാമുകൾ, വളരെയധികം ഹദീസുകൾ കേൾക്കുന്നവർ. ഒരു സഞ്ചാരത്തിനിടയിൽ ഒരു നാട്ടിലൂടെ കടന്നു പോകുമ്പോഴാണ് അബൂ സുർഅത്ത് റാസി പോലുള്ള മഹാന്മാരായ നിരൂപകന്മാരാണ് അവർ. അബൂ സുർഅത്ത് റാസി എന്നൊക്കെ പറഞ്ഞാൽ ഹദീസിന്റെ നിരൂപകന്മാരാണ്. നിരൂപകന്മാരെന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി, മുസ്ലിം പോലാത്തവരുടെ ഹദീസുകളൊക്കെ നിരൂപണം ചെയ്യുന്നത്. നിരൂപകന്മാർ സാഹിത്യകാരന്മാരിൽ ഉയർന്നവരാണല്ലോ. അതേമാതിരി ഹദീസുകളെ നിരൂപണം ചെയ്യുന്ന ഇമാമുകളിൽപ്പെട്ടവരാണ് അബൂ സുർഅത്ത് റാസി എന്നൊക്കെ പറയുന്നത്. അവരൊക്കെ ഈ അലിയുർ റിള എന്നവരുടെ വഴിക്ക് പോകുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ കാണാൻ വേണ്ടി ഒന്നായിട്ട് കൂട്ടം കെട്ടി നിൽക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ. ഈ ആയിരക്കണക്കിന് ആളുകൾ അലിയുർ റിള എന്നവർ ഇതുവഴി കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ വൈത്താരയിൽ കൂടെ കടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോഴാണല്ലോ കൂട്ടിച്ചേർന്നത് മൈക്കൂവൊക്കെ ആയിട്ട്. ഇത് കേട്ടീമ കേട്ട് വേണോ അന്നത്തെ കാലത്ത് പോകാൻ. അപ്പം അലിയുർ റിള എന്നവരുടെ സഞ്ചാരത്തിൻ്റെ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവരെ കാണുന്ന വഴിക്ക് ഒന്ന് മുഖം കാണാം. ആ ഒന്ന് മുഖം കണ്ടിട്ട് അതിൻ്റെ വർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആൾക്കൂട്ടത്തെ ഒന്നായിട്ട് കണ്ടപ്പോൾ അവരുടെ കൂടാരത്തിൽ നിന്നും തൽക്കാലം മുഖം ഒന്ന് കാണിച്ചിങ്ങനെ നോക്കുക. അപ്പം ആ മഹാന്മാർ അബൂ സുർഅത്ത് റാസിയെ പോലുള്ള മഹാന്മാരും വമ്പന്മാരുള്ളത് കൊണ്ട് ആ വമ്പന്മാർ അവരോട് പറഞ്ഞു, ഒറ്റ ഹദീസ് അവിടുത്തെ തിരുനാക്കിൽ നിന്ന് ഒന്ന് കേൾക്കണം എന്ന് പറയുന്ന ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി കെഞ്ചി ആവശ്യപ്പെടുകയാണ്. മൂപ്പരെക്കാളും എത്രയോ പ്രായമുള്ള വലിയ മുഹദ്ദിസുകളാണ് ഇവരൊക്കെ. അത്തരം മുഹദ്ദിസുകൾ ഹദീസ് ഒറ്റ ഹദീസ് തിരുവായിൽ നിന്ന് കിട്ടുന്ന ഒരു ഹദീസ് എന്ന വിധത്തിൽ കേൾക്കാൻ. അപ്പം മൂപ്പര് അവരുടെ ബാപ്പമാരായ സയ്യിദുമാരായ ഇമാമുകളെ വിവരിച്ചുകൊണ്ട് ഇന്നാലിന്ന ആൾ എനിക്ക് പറഞ്ഞു തന്നു, അവർക്ക് ഇന്നാലിന്ന ആൾ, അവർക്ക് ഇന്നാലിന്ന ആൾ, അവർക്ക് ഇന്നാലിന്ന ആൾ. അങ്ങനെ ഈ അലിയും സൈനുൽ ആബിദീൻ എന്നവർക്കും അവർക്ക് ഹുസൈൻ എന്നവരും, ഹുസൈൻ എന്നവർക്ക് അലി എന്നവരും, അലി എന്നവർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹദീസ് വിവരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിൻ്റെ മഹത്വവും പറയുന്ന ഒരൊറ്റ ഹദീസ് ബഹുമാനപ്പെട്ടവർ വിവരിച്ചപ്പോൾ അത് എഴുതിയെടുക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ തയ്യാറായി നിൽക്കുന്നവരുണ്ടായിരുന്നു. ഈ മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർന്നാണ് ഈ അലിയുർ റിള എന്നവരുടെ ഹദീസിൽ നിന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാർ അവരെൻ്റെ ഹിസ്നിൽ കടന്നു, എൻ്റെ ഹിസ്നിൽ കടന്നാൽ അവർക്ക് രക്ഷയായി, അവർ പിന്നെ നരകത്തിൽ പോകില്ല എന്ന് പറയുന്ന ഒരൊറ്റ ചെറിയ വചനം. ഈ വചനം കിട്ടിയപ്പോൾ ഈ മഹാന്മാർ പറഞ്ഞത്, ഇതിൻ്റെ ഈ സനത് മതി ഒരു ഭ്രാന്തന് കലക്കി കൊടുത്താൽ അയാളുടെ ഭ്രാന്ത് സുഖപ്പെടാനാണ്. അതാണ് ആ മഹാന്മാർ, അവരുടെ ഉപ്പാപ്പമാരുടെ പതിര്. ഫാത്തിമ ബീവിൻ്റെ മക്കളാണുള്ളത്, കൃത്യമായ മക്കൾ. ഈ ഉപ്പാപ്പമാരുടെ ഈ സനത് മാത്രം മതി, ഹദീസ് ഇരിക്കട്ടെ, മുത്തനബിൻ്റെ വചനം ഇരിക്കട്ടെ, ഈ സനത് മാത്രം വന്നാൽ ഒരു മജ്നൂനിന് അത് കലക്കി കൊടുത്താൽ ആ മജ്നൂന് അതിൻ്റെ ഭ്രാന്തിൽ നിന്ന് മുക്തമാകും. അത്ര വലിയ വിലപ്പെട്ട സനതാകുന്നു. അത് മതി വലിയ സമ്മാനം എന്ന് പറഞ്ഞ് ഇവർക്ക് വലിയ നിധി കിട്ടിയതുപോലെ സന്തോഷിച്ചുകൊണ്ട് അവരെല്ലാവരും തിരിച്ചുപോയി. ആ മഹാനാണ് അലിയുർ റിള, അലിയുർ റിള എന്ന് പറയുന്നത്. നമ്മളെ ഇവിടെയുള്ള ശിഹാബ് പരമ്പരയിലും മറ്റു അനേകം പരമ്പരയിലും വരുന്ന സാദാത്തുകളുടെ ഒക്കെ പിതാമഹനായിട്ട് വരും ഈ അലിയുർ റിള എന്ന്, അലി ഇബ്നു മൂസ റിള എന്ന് പറയുന്ന ആ മഹാനവറുകളും ഈ ഇതുപോലെ ഒരു സഫർ മാസത്തിൽ 200 ഇത് നമ്മൾ പറയുന്നത് അത്തരം മഹത്തുക്കളെയൊക്കെ ഓർത്താണ് നമ്മളിപ്പോൾ ഈ ഖത്തം പോകുന്നത്. അപ്പോൾ ആ ഖത്തം പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം മഹാത്മാക്കൾക്കൊക്കെയാണ് നമ്മൾ ഹദിയ ചെയ്യുന്നത്. അവർക്കൊക്കെ ഹദിയ ചെയ്യുന്നതിൻ്റെ പുണ്യവും ബർക്കത്തുമാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഈമാനിലും നമ്മുടെ അമലുകളിലും എല്ലാം കിട്ടേണ്ടത്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കാനാണ് ഇത്തരം മഹത്തുക്കളെ പ്രത്യേകം ഉണർത്തുന്നത്. അതുപോലെ തന്നെ ഹദീസ് നിരൂപകന്മാരിൽപ്പെട്ട ഒരു മഹാനാണ്, ഹിജറ 200 മുമ്പ് 198 മരണപ്പെട്ട വഫാത്തായ ഒരു മഹാനാണ് യഹ്യ ഇബ്നു സഈദ് അൽ ഖത്വാൻ എന്നവർ. യഹ്യ ഇബ്നു സഈദ് അൽ ഔസാരി, യഹ്യ ഇബ്നു സഈദ് അൽ ഖത്വാൻ എന്നീ രണ്ട് യഹ്യ ഇബ്നു സഈദുമാരും വലിയ മുഹദ്ദിസുകളാണ്. ആ മുഹദ്ദിസുകളിൽപ്പെട്ട യഹ്യ ഇബ്നു സഈദ് അൽ ഖത്വാൻ എന്നവർ ഹിജറ 198 ഇതുപോലെ ഒരു സഫർ മാസത്തിലാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്. അതേപോലെ തന്നെ യഹ്യ ഇബ്നു ബുക്കൈർ എന്ന് പറയുന്നവരും അവരും സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലൊക്കെ കാണുന്ന മഹത്തുക്കളായ
അവരുടെ മശായിഖുമാരിൽപ്പെട്ടവരാണ് യഹ്യ ഇബ്നു ബുക്കൈർ. ആ യഹ്യ ഇബ്നു ബുക്കൈർ എന്നവരും 231 ഹിജറ 231 ഇതുപോലെ ഒരു സഫർ മാസത്തിലാണ് വഫാത്തായത്. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മശായിഖുമാരിലും അവർക്ക് അവരുടെ മദ്ഹബ് ക്രോഡീകരിക്കാൻ ആവശ്യമായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ലഭ്യമായ ഹദീസുകളെല്ലാം ശേഖരിച്ച മഹത്തുക്കളിൽ മഹാനാണ് ഇമാം ഔസാഇ. ഈ ഇമാം ഔസാഇ എന്നവരും ഇതുപോലെ ഒരു സഫർ മാസത്തിലാണ് വഫാത്തായത് ഹിജറ 157. ഇമാമിനെ ഷാഫിഈ തങ്ങളവരുടെ ഇൽമുകളെല്ലാം ശേഖരിച്ചിട്ടുള്ള അവരുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഏറ്റവും മഹാൻ, അവരുടെ ഖദീമായ മദ്ഹബിനെ അതിന് റിപ്പോർട്ട് ചെയ്തിരുന്ന ഏറ്റവും മഹാനാണ് ആളാണ് ഇമാം സഅഫറാനി. ആ സഅഫറാനി എന്നവരും ഈ സഫർ മാസത്തിലാണ് വഫാത്തായത്. അതുപോലെ തന്നെ അൽ ഹാഫിദ് ഇബ്നുൽ ഫറജ്, ഇതിനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹാനാണ്, ഹാഫിദുമാണ്. അൽ ഹാഫിദ് ഇബ്നുൽ ഫറജ് എന്നവരും ഇതുപോലെ ഒരു സഫർ മാസത്തിലാണ് വഫാത്തായത്. നിരവധി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും നിരവധി ഹദീസിൻ്റെ റാവികളെക്കുറിച്ചും ഒരുപാട് മുഹദ്ദിഥീങ്ങളെക്കുറിച്ചും ഉലമാവിനെക്കുറിച്ചും ഇമാമുകളെക്കുറിച്ചും അറിയുന്ന അന്നത്തെ കാലത്തെ വലിയ ഗ്രന്ഥം എഴുതിയിട്ടുള്ളൊരു വലിയ മഹാനാണ് ഹാഫിദ് സംആനി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. ഹാഫിദ് അബൂബക്കർ സംആനി എന്ന് പറയുന്ന മഹാൻ, അൻസാബ് എന്ന മഹാനുടെ ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. അത്തരം ഗ്രന്ഥങ്ങളുടെ ഒക്കെ കർത്താവായ അൽ ഹാഫിദ് അബൂബക്കർ സംആനി എന്നവരും ഇതുപോലെ സഫർ മാസത്തിൽ ഹിജറ 510 സഫർ മാസത്തിൽ വഫാത്തായവരാണ്. അബൂ സൗർ എന്ന് പറയുന്ന ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബിൽ അറിയപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളുടെ അസ്ഹാബിൽപ്പെട്ട ഒരു മഹാനാണ് അബൂ സൗർ. അവരും വഫാത്തായത് ഇതുപോലെ ഒരു സഫർ മാസത്തിലാണ്. ഉസൂലിൻ്റെ പണ്ഡിതന്മാരിൽ എണ്ണി വരുന്ന ഇബ്നുൽ ഹാജിബ് ആമിരി എന്നീ 2 മഹാന്മാർ നമ്മുടെ ഉസൂലിൻ്റെ കിതാബുകളിൽ ജമ്മുൽ ജവാമിയിലൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ചു വരും. ഖാലൽ ആമിരി, അതുപോലെ ഇബ്നുൽ ഹാജിബ്. ഇവർ 2 പേരുടെയും ഗ്രന്ഥങ്ങൾ ഈ ഉസൂലിലെ മാസ്റ്റർ പീസ് ഗ്രന്ഥങ്ങളാണ്.